തുടർച്ചയായ സെല്ലിംഗ് പ്രഷർ നേരിടുകയും ഓവർസോൾഡ് കാറ്റഗറിയിലേക്ക് എത്തുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5.7% ഇടിഞ്ഞ് 259 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.65 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 102, 52 വീക്കിലോ 237, 52 വീക്ക് ഹൈ 394. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയുടെ പ്രമുഖ പാർട്ട്ണർ കമ്പനിയായ US ബേസ്ഡ് ബ്ലാക്ക് റോക്ക് എന്ന കമ്പനി 117 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ജിയോ ഫിനാൻഷ്യൽ സർവീസും ബ്ലാക്ക് റോക്കും സംയുക്തമായി ആരംഭിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിലേക്കാണ് ബ്ലാക്ക് റോക്ക് 117 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇതിനുവേണ്ടി ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ 5.85 കോടി ഇക്വിറ്റി ഷെയറുകൾ ബ്ലാക്ക് റോക്ക് സ്വന്തമാക്കുകയും ചെയ്തു. ബ്ലാക്ക് റോക്ക് ഇതിനു മുമ്പും ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ സബ്സിഡറി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് റോക്കും ജിയോ ഫിനാൻഷ്യൽ സർവീസും തമ്മിൽ ആരംഭിക്കുന്ന ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ജിയോ ബ്ലാക്ക് റോക്ക് അസറ്റ് മാനേജ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലും ബ്ലാക്ക് റോക്ക് 82.5 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഈ കമ്പനി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി സെബിയിൽ ആപ്ലിക്കേഷൻ നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ബ്ലാക്ക് റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ചേർന്ന് ഇന്ത്യയിൽ ബ്രോക്കിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി ജിയോ ബ്ലാക്ക് റോക്ക് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സബ്സിഡറി കൂടി ആരംഭിക്കുകയും ചെയ്തു. ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ കമ്പനി മികച്ച പെർഫോമൻസ് നടത്തുന്നു. അതേസമയം കമ്പനിയുടെ ഒട്ടുമിക്ക പ്രൊജക്റ്റുകളും ഡ്രാഫ്റ്റ് ഫോമിലാണ്. പൂർണ്ണമായും പ്രവർത്തനം കമ്പനി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും, അതായത് 394 നിന്നും ഏകദേശം 38% കറക്റ്റായി 250 ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നെങ്കിലും ശക്തമായ ഡെലിവറിയും കാണാൻ സാധിച്ചു. അതായത് ഓവർ സോൾഡ് സോണിൽ സപ്പോർട്ടിനടുത്ത് ചിലരെങ്കിലും സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റീസെൻ്റ്ലി കമ്പനി പുറത്തുവിട്ട ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പ്രോഫിറ്റിൽ ഒരു മാർജിനൽ ഹൈക്ക് മാത്രമാണ് കാണാൻ സാധിച്ചത്. 294 കോടി രൂപയുടെ പ്രോഫിറ്റും 438 കോടി രൂപയുടെ റവന്യൂവും കമ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. റവന്യൂ 5.98% ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 294 കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഇനി അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ പല അനലിസ്റ്റുകളും പറയുന്നത് സ്റ്റോക്ക് ടെക്നിക്കലി സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് എത്തിയിരിക്കുന്നു. 250 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. 250 സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ വരും സമയങ്ങളിൽ 260-നും 300-നും ഇടയിലുള്ള റേഞ്ച് മൂവ്മെൻ്റ് ആയിരിക്കും ജിയോ ഫിനാൻഷ്യൽ സർവീസ് നടത്തുക. കൂടാതെ ഓവർ സോൾഡ് കാറ്റഗറിയിലേക്ക് സ്റ്റോക്ക് എത്തുകയും ചെയ്തു. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക 282 ആണ്. 282-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 300, 310 തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ നിന്നും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഷോർട്ട് ടൈമിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 282 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതുപോലെ തന്നെ ടെക്നിക്കലി നമ്മൾ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 മാസമായി സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും. 350 രൂപയിൽ നിന്നും സ്റ്റോക്ക് 100 രൂപ ഇടിഞ്ഞ് 250 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. മുമ്പ് 250 വളരെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. 250-നടുത്ത് റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്ത് അവിടെ നിന്നും ബ്രേക്കൗട്ട് നൽകിയാണ് സ്റ്റോക്ക് 390 വരെ ഉയർന്നത്. വീണ്ടും സ്റ്റോക്ക് 250 എന്ന സ്ട്രോങ് സപ്പോർട്ട് സോണിലേക്ക് എത്തുന്നു. സ്റ്റാഗേർഡ് മാനറിൽ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഇഷ്ടമായവർക്ക്, അതായത് ഫ്യൂച്ചറിൽ കമ്പനി അതിൻ്റെ ബിസിനസ് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപേ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റാഗേർഡ് മാനറിൽ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 250 തന്നെയാണ് പ്രധാന സപ്പോർട്ട്. 250 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 220 ഇവൻ ഓൾ ടൈം ലോയിലേക്കും ഇടിയാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.